ഹലോ ഫ്രണ്ട്സ്, ബീയിങ് പവിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ടീഷർട്ട് ഇടാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടുള്ള ഒരു ഡ്രസ്സിലൊന്നാണ് ടീഷർട്ട് എന്ന് പറയുന്നത്. ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് ടീഷർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇടാനും ഭയങ്കര കംഫർട്ടബിളാണ്, അതേപോലെ തന്നെ സുഖമാണ്. ഇപ്പോൾ വേനൽക്കാലത്തായാലും അതേപോലെ തന്നെ ഇനി തണുപ്പുള്ള സീസണിലായാലൊക്കെ നമുക്ക് ഒരുപോലെ ഇടാൻ വേണ്ടി ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ് ടീഷർട്ട്സ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ടീഷർട്ടിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നമുക്കറിയില്ല ഈ വെറൈറ്റീസ് ഓഫ് ടീഷർട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 7 ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ടീഷർട്ട്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീഷർട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടീഷർട്ട് എന്ന് പറയുന്നത് ക്രൂനെക്ക് ടീഷർട്ടാണ് കേട്ടോ. ക്രൂനെക്ക് ടീഷർട്ട് എന്ന് പറയുന്നത് നമ്മുടെ റൗണ്ട് നെക്ക് ടീഷർട്ടിനാണ് ക്രൂനെക്ക് ടീഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ പൊതുവെ എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന ഒരു ടീഷർട്ടാണ് ഈ ക്രൂനെക്ക് ടീഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി സുഖമായിട്ട് കിട്ടുന്നതും അതേപോലെ തന്നെ കംഫർട്ടബിൾ ആയതും കാഷ്വലായിട്ട് വിയർ ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള ഒരു ടീഷർട്ടാണ് ഈ ക്രൂനെക്ക് ടീഷർട്ട് അഥവാ നമ്മുടെ റൗണ്ട് നെക്ക് ടീഷർട്ട് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചേരും നമ്മുടെ ഈ കഴുത്ത് കുറച്ച് നീളമുള്ള ആൾക്കാർക്കായിരിക്കും കേട്ടോ. അവർക്ക് ഈ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മാർട്ട് ലുക്ക് നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമുക്കിത് കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടീഷർട്ടാണ് നമ്മുടെ റൗണ്ട് നെക്ക് ടീഷർട്ട് അല്ലെങ്കിൽ ക്രൂ നെക്ക് ടീഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടീഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടീഷർട്ട് എന്ന് പറയുന്നത് വി നെക്ക് ടീഷർട്ടാണ് കേട്ടോ. വി നെക്ക് ടീഷർട്ട് നമുക്ക് റൗണ്ട് നെക്ക് ടീഷർട്ടിനെ പോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന ടീഷർട്ടായിരിക്കും. ഈ വി നെക്ക് ടീഷർട്ട് കുറച്ചും കൂടി നന്നായിട്ട് ചേരുന്നത് നമ്മുടെ കഴുത്ത് കുറച്ച് ചെറുതായിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞവർക്കും തടിയുള്ളവർക്കൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വി നെക്ക് ടീഷർട്ട് നമ്മളെ കഴുത്ത് കുറച്ച് ഹൈറ്റ് കൂടിയതായിട്ട് തോന്നും, അതേപോലെ തന്നെ നമ്മളൊന്ന് മെലിഞ്ഞ പോലൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടീഷർട്ട്, വി നെക്ക് ടീഷർട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ടീഷർട്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടീഷർട്ട് എന്ന് പറയുന്നത് പോളോ ടീഷർട്ടുകളാണ് കേട്ടോ. പോളോ ടീഷർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കോളറും ബട്ടൺസ് വരുന്ന ടീഷർട്ടിനാണ് പോളോ ടീഷർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു സെമി ഫോർമൽ ലുക്കൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീഷർട്ട് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇനി ഒരു ഓഫീസിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാമിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ചെറിയൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന ആൾക്കാരെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടീഷർട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഭയങ്കര സ്റ്റൈലായിട്ടും അതേപോലെ തന്നെ ഒരു സെമി ഫോർമൽ ലുക്ക് നൽകുന്ന ടീഷർട്ടാണ് കേട്ടോ ഈ പോളോ ടീഷർട്ടുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോളറും ബട്ടൺസും വരുന്ന ടീഷർട്ടുകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടീഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ടീഷർട്ട് എന്ന് പറയുന്നത് ഹെല്ലി ടീഷർട്ടുകളാണ് കേട്ടോ. ഹെല്ലി ടീഷർട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കോളറുകൾ ഉണ്ടാവില്ല, പകരം ബട്ടൺസ് ഉണ്ടാവും. അതായത് നമ്മുടെ റൗണ്ട് നെക്കിൻ്റെയും അതേപോലെ തന്നെ പോളോ ടീഷർട്ടിൻ്റെ ഒരു മിക്സ്ചർ എന്ന് വേണമെങ്കിൽ പറയാം ഈ ടീഷർട്ടിനെ. ഇതിന് റൗണ്ട് നെക്കിൽ വന്നിട്ട് ബട്ടൺസും കൂടി ഉണ്ടാവും. അങ്ങനത്തെ ടീഷർട്ടാണ് ഹെല്ലി ടീഷർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കുറച്ച് മസ്കുലർ ടൈപ്പിലുള്ള ബോഡി ടൈപ്പൊക്കെ ഉള്ള ആൾക്കാർക്ക് ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു ടീഷർട്ടാണ്. അപ്പോൾ പൊതുവെ കണ്ടുവരുന്നതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ് ഈ ഹെല്ലി ടീഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ടീഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ടീഷർട്ട് എന്ന് പറയുന്നത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു ടീഷർട്ടായിരിക്കും, അതായത് ഓവർ സൈസ് ടീഷർട്ട്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ് ഓവർ സൈസ് ടീഷർട്ട് എന്ന് പറയുന്നത്. അതായത് കംഫർട്ടിന് മുൻഗണന നൽകുന്ന കുറേ ആൾക്കാരാണ് ഇപ്പോഴത്തെ കാലത്തിലുള്ള ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ ഉള്ള എല്ലാ ആൾക്കാരും കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്ന ടീഷർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓവർ സൈസ് ടീഷർട്ടാണ്. അതേപോലെ തന്നെ കോളേജിലായാലും കാഷ്വലിലായാലും അങ്ങനെ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ടീഷർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓവർ സൈസ് ടീഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓവർ സൈസ് ടീഷർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും ഇടാൻ, അതുപോലെ തന്നെ ഭയങ്കര സ്റ്റൈലിഷും അതേപോലെ തന്നെ ട്രെൻഡിങ്ങും ആയിട്ടുള്ളൊരു ടീഷർട്ടാണ് നമ്മുടെ ഓവർ സൈസ് ടീഷർട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത ടീഷർട്ട്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ടീഷർട്ട്, അതായത് നമ്മുടെ ഏഴാമത്തെ ടീഷർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടീഷർട്ട് അതേപോലെ തന്നെ ഫുൾ സ്ലീവ്ഡ് ആയിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ. സ്ലീവ്ലെസ് ടീഷർട്ടിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ജിമ്മിന് പോകുന്ന ആൾക്കാർ, അതേപോലെ തന്നെ വർക്കൗട്ടിന് പോകുന്ന ആൾക്കാർ, വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെ കേട്ടോ കുറച്ചും കൂടി സ്ലീവ്ലെസ് ആയിട്ടുള്ള ടീഷർട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടീഷർട്ടാണ് സ്ലീവ്ലെസ് ടീഷർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫുൾ സ്ലീവ്ഡ് ആയിട്ടുള്ള ടീഷർട്ടിലേക്ക് വരുമ്പോൾ അതൊരു സ്റ്റൈലിഷ് ലുക്ക് നൽകുന്ന ടീഷർട്ടാണ് കേട്ടോ. പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഒരു ഫുൾ സ്ലീവ് ടീഷർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റൈലിഷ് ലുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടീഷർട്ട് എന്ന് പറയുന്നതും അതേപോലെ തന്നെ അവസാനത്തെ ടീഷർട്ട് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലരും ടീഷർട്ടിൻ്റെ ടൈപ്സ് ഒന്നും അറിയാതെ വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും ടൈപ്സ് ഓഫ് ടീഷർട്ട് നമുക്ക് അവൈലബിൾ ആണെന്നുള്ള കാര്യം പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്